സംസ്ഥാനത്ത് നാളെ മുതൽ വേനൽ മഴ ശക്തമാകും. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ കാലവർഷം എത്താനിടയുണ്ടെന്ന സൂചനയും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ വൻ നാശനഷ്ടമുണ്ടായി. സ്വാന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, ഇപ്പോൾ ലഭിച്ച മഴയിൽ തന്നെ കനത്ത നാശനഷ്ടം പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അലേർട്ട്? എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ എത്രത്തോളം ശക്തമായ മഴയുണ്ടാകും? ശ്രുതി ഷിയാസ്, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ താരതമ്യേന കൂടുതൽ വേനൽ മഴ ലഭിച്ചു എന്ന് തന്നെയാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് അതിശക്തമായ ഒരു ചൂടിന്റെ കാലയളവ് ഉണ്ടായിരുന്നു. അതിനുശേഷം പലയിടങ്ങളിലും ശക്തമായ വേനൽ മഴ തന്നെയാണ് ലഭിച്ചത്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ നാളെ മുതൽ വീണ്ടും ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാളെ ഇപ്പോൾ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിലിപ്പോൾ നാളെ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമില്ല. പക്ഷേ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് എല്ലായിടങ്ങളിലും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ കാറ്റ്, അതുപോലെ തന്നെ ഇടിമിന്നലിൽ ഇന്നലെ മലപ്പുറത്ത് 4 മരണമുണ്ടായി. അങ്ങനെ വിവിധ ഇടങ്ങളിൽ മഴ കെടുതിയുമായി ബന്ധപ്പെട്ട മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ശക്തമായി മഴ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ബംഗാൾ ഉൾക്കടലിൽ നിലവിലൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറുന്ന ഒരു മണിക്കൂറുകളിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ചക്രവാത ചുഴി കേരള, കർണാടക തീരത്തോട് ചേർന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്വാധീനം ഫലമായിട്ട് എന്തായാലും വരും ദിവസങ്ങളിലും മഴ തന്നെ ആയിരിക്കും എന്നാണ് അറിയുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഒറ്റപ്പെട്ട മഴയാണ് ലഭിക്കുന്നത്. കാരണം നിലവിൽ വേനൽ മഴയാണ് ലഭിക്കുന്നത്. പക്ഷേ വരുന്ന ആഴ്ചയാകുമ്പോഴേക്കും അത് കാലവർഷമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമൊക്കെ ഇത്തവണ നേരത്തെ കാലവർഷം എത്താനുള്ള ഒരു അനുയോജ്യമായ സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് എന്നുകൂടി എന്തായാലും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ തന്നെ ആയിരിക്കും എന്നാണ് വ്യക്തമാവുന്നത്. ഓക്കെ, വ്യക്തമാണ്. നാളെയോടെ വേനൽ മഴ ശക്തമാകും. അതിനിടയിൽ ആഴ്ചയോടുകൂടി കാലവർഷം കൂടി